ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങളെ കുറച്ച് കളക്ഷൻസ് കാണിക്കാൻ വേണ്ടി പോവാണ്. ഇതാണ് നമ്മുടെ കളക്ഷൻസ്. അതിന് മുമ്പായിട്ട് നമ്മുടെ ഇത് ഒരു റെസ്ക്യൂവിന് വേണ്ടിയുള്ള BMൻ്റെ ഒരു വണ്ടി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കവാസാക്കിയുടെ KLX 150 നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ച് വണ്ടികളുടെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളെ ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഇതുവരെ ഞാൻ കാണാത്ത ഹോട്ട് വീൽസിൻ്റെ ഒരു കാറും നമ്മുടെ കയ്യിലുണ്ട്. ഒന്നല്ല, ഇതുപോലത്തെ 2 എണ്ണം ഉണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് നമ്മുടെ കാസിൻ്റെ ബോക്സ്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഓരോരോ കാറായിട്ട് ഞാൻ എടുത്ത് കാറും ബൈക്കൊക്കെ ആയിട്ട് എടുത്ത് കാണിച്ചിരുന്നതാണ്. ഇതാണ് ഒരു മോട്ടോർ ക്രോസ് ആണ്. ഇതെല്ലാം മെറ്റൽ പ്ലാസ്റ്റിക് മിക്സുള്ള സ്കെയിൽ മോഡൽസ് ആണ്. ഈ കാണുന്നത് KTMൻ്റെ ഒരു നിങ്ങൾക്കിവിടെ കണ്ട 450 SXF എന്ന് പറഞ്ഞ വണ്ടിയാണ്. ഇതൊരു മോട്ടോർ ക്രോസ് ആണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച ഈ മോട്ടോർ ക്രോസ് സ്വല്പം US ആണ്, മെയ്ഡ് ഇൻ US ആണ്, ഇമ്പോർട്ടഡ് സാധനങ്ങളാണ്. ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കാനല്ല, പുറത്തുനിന്ന് കൊണ്ടുവന്ന ഇമ്പോർട്ട് സാധനങ്ങളാണ്. പിന്നെ എനിക്കിത് ഭയങ്കര ഇഷ്ടമുണ്ട്. ഇത് കാസ് മൂവിയിലെ മെയ്റ്റർ എന്ന് പറഞ്ഞ സംഭവമാണ്. ഇത് ഡിസ്നിയുടെ ഒഫീഷ്യൽ പ്രൊഡക്റ്റാണ് കേട്ടോ. കണ്ട നല്ല ഡീറ്റെയിലിങ്ങിലൊക്കെ അടിപൊളിയാണ്. അതിൻ്റെ അടിയിലൊക്കെ നിങ്ങൾക്ക് കാണാം. പിന്നെ അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നൊരു BMW X6 ആണ്. ഇത് എനിക്കറിയില്ല, ഇത് പുറത്തത്തെ ഏതോ ബ്രാൻഡാന്ന് തോന്നുന്നു. ഞാനങ്ങനെ കേട്ടിട്ടില്ല ഇതിനെപ്പറ്റി. ഇതിൻ്റെ അടിയിൽ ഞാൻ നിങ്ങൾക്ക് HIT എന്ന് എന്തോന്ന് എഴുതിയിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ നോർമലി എല്ലാവരും കണ്ടുവരുന്ന നമ്മുടെ ഹോട്ട് വീൽസിൻ്റെ റാപ്റ്ററാണെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, നിങ്ങൾ വേണ്ട, ഇത് നോർമലാണ്. പിന്നെ നിങ്ങൾക്ക് ഞാൻ ഇത് നമ്മളുടെ കാസൊക്കെ കയറ്റിക്കൊണ്ട് പോകുന്ന ഒരു ട്രക്കാണ്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, പുറത്തുനിന്ന് കൊണ്ടുവന്ന സാധനങ്ങളാണ് കേട്ടോ. ഇതിൻ്റെ അടിയിലൊക്കെ നിങ്ങൾക്ക് കാണാം. ഇതൊക്കെ ഇങ്ങനെ മൂവ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റുന്നതാണ്. ഇതിൻ്റെ അടിയിൽ നോക്കിയോ, അതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് ജസ്റ്റ് ഇതൊക്കെ ഹോട്ട് വീൽസ് ആണ് ഉണ്ടല്ലോ. ഇത് മെയ്ഡ് ഇൻ മലേഷ്യ, നോർമൽ ഹോട്ട് വീൽസിലുള്ളതാണ്. പിന്നെ ഒരു ബാറ്റ്മാൻ സൂപ്പർമാൻ എഡിഷൻ, ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് ഹോട്ട് വീൽസിന് തന്നെയാണ്. പിന്നെ ഒരു 450 മോട്ടോർ ക്രോസ്, ഇതൊക്കെ ഹോട്ട് വീൽസിൻ്റെ ഉണ്ട്. ഇത് കുറച്ച് പഴക്കമുണ്ട്, കണ്ടറിയാം. ടയേഴ്സൊക്കെ കണ്ട നല്ല മഡ് ടയേഴ്സാണ്, MT ടയേഴ്സ്. പിന്നെ ഒരു ഫാസ്റ്റ് ലൈൻ. ഇത് ഏത് ബ്രാൻഡ്? ഇതിൻ്റെ ബ്രാൻഡ് എനിക്ക് അത്ര ഫോക്കസ് ചെയ്യാൻ പറ്റണില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പറയും. എന്തായാലും കൊള്ളാം സാധനം. പിന്നെ ഇതൊരു നോർമൽ ഫാൻസി കാർ പോലത്തെ സംഭവങ്ങളാണ്. പിന്നെ ഒരു ഫയർ എഞ്ചിനാണെന്ന് തോന്നുന്നു. ഫയർ എഞ്ചിൻ നിങ്ങൾക്ക് കാണാം. ഇത് ഏത് ബ്രാൻഡാണോ? ഇതങ്ങനെ ബ്രാൻഡൊന്നുമില്ല. പിന്നെ ഇത് ഹോട്ട് വീൽസിൻ്റെ ഉണ്ടാ. ഫോർഡ് മസ്റ്റാങ്, ഇത്തിരി കിറ്റും അതുപോലെ സ്കൂപ്പും സ്കേർട്ടൊക്കെ കിറ്റിയ വണ്ടിയാണ്. പിന്നെ വേറൊരു സ്പെഷ്യൽ സാധനം, ഇത് ഇങ്ങനൊരു വണ്ടി ഞാൻ കണ്ടിട്ടില്ല വേറെ എവിടെ. നോക്കിയേ, ബില്ലീസ് കാസ് മൂവിയിലുണ്ട്. ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. നിങ്ങൾക്കറിയാമെങ്കിൽ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഇതിലും കൊടുത്തിട്ടില്ല, ജീപ്പെന്ന് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ വില്ലീസ്, പക്ക വില്ലീസ് പോലെ ഇരിക്കണല്ലേ. നല്ല ക്യൂട്ടായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ കാണിച്ച കളക്ഷനിൽ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ഇതാണ്. പിന്നെ ഉള്ളത് കുറച്ച് ഫാൻസി കാസാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ട്രക്ക് ഉണ്ടായിരുന്നു. വേണ്ട, കുറച്ച് ഫാൻസി കാസാണുള്ളത്. ഇതിൽ ചിലത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചിലതൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഇതൊക്കെ പക്ഷേ ഫാൻസി ആണെങ്കിലും നല്ല രസമുണ്ട് കാണാൻ. പിന്നെ വേറൊരു സംഭവം ഞാൻ കണ്ട്, ഇത് നോക്കി, ഇതൊരു ബൈക്കാണ്. കണ്ട ബാറ്റ്മാൻ്റെ ബൈക്ക് പോലെ ഇരിക്കുന്നുണ്ട് കണ്ടിട്ട്. നിങ്ങളുടെ അഭിപ്രായം പറയാട്ടാ, ഇതെന്ത് സാധനമൊന്നും നിങ്ങൾ പറ, എനിക്കറിയില്ല. പിന്നെ അതിൻ്റെ കൂടെ ഒരു ബീറ്റിലുണ്ട്. ബീറ്റിൽ ഫാൻസ് കുറേ ഉണ്ടെന്ന് എനിക്കറിയാം. ബീറ്റിൽ വേറെയും ഒരു 3-4 ബീറ്റിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ജസ്റ്റ് ഈ ബീറ്റിൽ ഇവിടെ നിന്ന് മേടിച്ചതാണ്. കാരണം ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് ലാസ്റ്റ് സീരീസിലൊക്കെ വന്നുപോയ സംഭവങ്ങളൊക്കെയാണ്, ബീറ്റിലിൻ്റെ ഗോൾഡനും യെല്ലോവും. പക്ഷേ ഈ ബീറ്റിൽ നിങ്ങൾ കാണാൻ സാധ്യത വളരെ കുറവായിരിക്കും. കാരണം ഇത് ഹോട്ട് വീൽസിൻ്റെ അല്ല, ഇത് മൊജററ്റയുടെ ബോണറ്റൊക്കെ തുറയണ ബീറ്റിലാണ്. നിങ്ങൾ നോക്കിയോ, ഒഫീഷ്യൽ ലൈസൻസ് പ്രൊഡക്റ്റാണ്. ആ ഒരു ക്വാളിറ്റി കാര്യങ്ങളൊക്കെ
ഇതിൻ്റെ അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മേളിലൊരു ബാഡ്ജിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റത്തിൽ ഞാൻ വീഡിയോസിൽ ഞാൻ പറഞ്ഞത് ഇത് ഹെർബി മൂവിയിലെ ബീറ്റിലാണ്, ആ സെയിം സീരീസാണ് കേട്ടോ. പിന്നെ ഇത് കണ്ടില്ലേ, നിങ്ങളത് നേരത്തെ കാണിച്ചതിൻ്റെ വേറൊരു കളറ് കണ്ട, സെയിം, ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. സെയിം വണ്ടിയാണ്, ചെറിയ ബാഡ്ജിങ് കാര്യങ്ങളും വ്യത്യാസമുള്ളൂ. ഇതും ബീറ്റിലാണ് കേട്ടോ. പിന്നെ നിങ്ങളെനിക്ക് സ്പെഷ്യലി കാണിക്കാൻ ഉള്ളൊരു 2 സംഭവങ്ങൾ വളരെ റെയർ, അറൗണ്ട് ഒരു 10,000 ഹോട്ട് വീൽസ് വരുമ്പോഴേക്കും, അത് ഒഫീഷ്യലി പറഞ്ഞിട്ടില്ലെങ്കിലും അറൗണ്ട് ഒരു 10,000-ലൊക്കെയാണ് STH വരാറുള്ളൂ. അപ്പോൾ അതാണ് നിങ്ങളിന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. STH ഞാൻ TH കാണിക്കാം. ആദ്യം നിങ്ങൾക്കൊരു 1000, 2000-ലൊക്കെ വന്ന TH ആണിത്. TH ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇതിൻ്റെ അടിയിലായിട്ടൊരു സിൽവർ ഒരു ലോഗോ ഉണ്ടാവും ഹോട്ട് വീൽസിൻ്റെ, കണ്ടോ നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ. അങ്ങനെയാണ് ഇത് TH ആണെന്ന് മനസ്സിലാക്കണം. പിന്നെ ഇവൻ്റെ ബിഗ് ഡാഡി ഉണ്ട്, സൂപ്പർ ട്രഷർ ഉണ്ട്, STH. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് STH. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ നോർമൽ വരുമ്പോഴേക്കും നിങ്ങൾക്കറിയാലോ ടയേഴ്സൊക്കെ പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ അത് തന്നെ STH-ലേക്ക് വരുമ്പോഴേക്കും നിങ്ങൾക്ക് നോക്കിയോ, ഇതാണ് STH. ഗോൾഡൻ കളറിലെ ഹോട്ട് വീൽസിൻ്റെ ലോഗോ അതിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അത് STH ആണ്. പോരാത്തതിന് അതിൻ്റെ ടയേഴ്സ്, ഈ കാറിൻ്റെ ടയേഴ്സ് റബ്ബർ ടയേഴ്സ് ആയിരിക്കും വരുന്നത്. അത് STH-ൻ്റെ മാത്രം സ്പെഷ്യാലിറ്റിയാണ്. പിന്നെ പെയിൻറ്റ് ജോബ് നിങ്ങൾ നോക്കിയേ, ഒരു മെറ്റാലിക് കളറായിരിക്കും, മെറ്റാലിക് പോലെ തോന്നും. ഇതിൻ്റെ നോർമലും വരുന്നുണ്ട്. അപ്പോൾ ഇതും എന്താണ്, STH-ഉം ആ നോർമലും തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും. ഇത് 1000 അല്ലെങ്കിൽ 10,000-ൽ ഒരെണ്ണമൊക്കെ കിട്ടുള്ളൂ എക്സ്പേർട്സ് പറയുന്നത്. ഒഫീഷ്യൽ അല്ല കേട്ടോ അത്. ഇതാണ് STH, ഇതാണ് TH. ഇപ്പോൾ രണ്ടും നിങ്ങൾ നോക്കിക്കോ, ഇതിൻ്റെ രണ്ടിൻ്റെ അടിയിൽ STH-ഉം TH-ഉം തമ്മിലുള്ള ഡിഫറൻസ്. സിൽവർ ഉള്ളത് TH, ഗോൾഡൻ ഉള്ളത് STH. ഇത് 10,000-ലും ഇത് 1000-ലും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇപ്പം നിങ്ങളെ ഞാൻ കാണിച്ചത് TH-ഉം STH. ഇനി TH എങ്ങനെ വേറെ രീതിയിൽ മനസ്സിലാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ട, ഇതിൻ്റെ അകത്ത് ഒരു ലോഗോ കണ്ട നിങ്ങൾ ഹോട്ട് വീൽസിൻ്റെ, ഇത് TH-കളിലാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കാം ഇതൊരു TH ആണെന്ന്. ഓക്കെ. പിന്നെ ഒരു വലിയ സാധനം ഞാൻ നേരത്തെ നിങ്ങളെ ഇൻട്രോയിൽ കാണിച്ചൊരു സാധനം, കവാസാക്കിയുടെ KLX 140. ഇതിൻ്റെ അത് സൗണ്ടും കാര്യങ്ങളും ലൈറ്റൊക്കെ ഉണ്ട്. ഇങ്ങനെ കിട്ടുന്ന സാധനങ്ങൾ കുറേ വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ലിയോയുടെ കളക്ഷൻസ് ആണ്. ലിയോയുടെ കളക്ഷൻസ് ഒരു രക്ഷയില്ല. പിന്നെ ഹോട്ട് വീൽസിൻ്റെ ഇത്ര വലിയ കാറ്, അതും ലൈറ്റും മ്യൂസിക്കൊക്കെ ഉള്ള സാധനം ഞാൻ കണ്ടിട്ടില്ല വേറെ. ഇത് ഒരെണ്ണമാണെങ്കിൽ പോട്ടെ, ഫുള്ളി ഡേയിൽ ഇത് 2 എണ്ണം ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് 2 എണ്ണം കളക്ഷനായിട്ട് കിട്ടാമെന്ന് തോന്നുന്നു. ഇതിൽ അടിയിൽ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ നോക്കി, ഇതൊക്കെ ഒഫീഷ്യൽ ലൈസൻസ്ഡ് ആണ്. വെറുതെ ഹോട്ട് വീൽസ് എന്ന് എഴുതിയ സംഭവമല്ല, ഒഫീഷ്യൽ ലൈസൻസ്ഡ് പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് ലൈറ്റും കാര്യങ്ങളും സ്വിച്ചും പരിപാടികളാണ് മൊത്തം ഇതിൻ്റെ അത്. എന്താ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ നിങ്ങളെ നേരത്തെ കാണിച്ച കുറച്ച് സാധനങ്ങൾ തന്നെ. അപ്പോൾ ഈ കളക്ഷൻസൊക്കെ ജസ്റ്റ് നിങ്ങളെ കാണിക്കണമെന്നൊക്കെ ഉണ്ടായി. പിന്നെ BMW തന്നെ ഒരു ആംബുലൻസ് വേർഷൻ. ഇത് ഏത് ബ്രാൻഡാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇത് മൊജററ്റയുടെ BMW ആണ്. നോക്കിയേ, ഇത് മൊജററ്റയാണെന്ന് പറഞ്ഞത് ഇത് നമ്മുടെ കിട്ടിയതിന് ശേഷം ഉണ്ടാകും. ഞാൻ നോക്കിയപ്പോൾ ഇത് മൊജററ്റയായിരുന്നു. അങ്ങനെയാണ് ഞാനിത് മൊജററ്റയെന്ന് മനസ്സിലാക്കണത്. ഇത് ജർമ്മൻ മെയ്ഡാണ് കേട്ടോ. നോക്കി, അടിപൊളിയാണ് കേട്ടോ. ശരിക്കും ഒരു ക്രൂസർ. ഇത് ആംബുലൻസ്, പോലീസ്. അയ്യോ, അറിയാണ്ട് കൈ കൊണ്ട് നീങ്ങിപ്പോയതാണ്. അപ്പോഴേക്കും ഇത് ലൈറ്റ് സൗണ്ടൊക്കെ പൊളിച്ച്. എന്തായാലും ഒന്നും മൊജററ്റയ്ക്ക് ഇങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടെന്ന് അറിയണത് ഇതുപോലെ സാധനങ്ങളൊക്കെ പുറത്തുനിന്ന് കൊണ്ടുവരുമ്പോഴാണ്. ഇത് ഓഫ് ആവൂലെന്ന് എനിക്ക് തോന്നണത്. എന്തായാലും നല്ല സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രണ്ടിലെ ലൈറ്റൊക്കെ കണ്ടല്ലോ നിങ്ങൾ, ഫ്രണ്ടിൽ 2 ലൈറ്റ്, ബാക്കിൽ ലൈറ്റ്. ഓഫ്, ഇഷ്ടപ്പെട്ട് സാധനമായിപ്പോയി. നിങ്ങളെ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള സംഭവമാണ് നിസാൻ GTR R34-ൻ്റെ കളക്ഷൻസാണിത്. അയ്യോ, ജസ്റ്റ് കാണിച്ചു തരാം. ബ്ലൂ നിസാൻ സ്കൈലൈൻ നമ്മൾ ഓൾറെഡി കാണിച്ചാണ് നിങ്ങളെ. എന്നാലും ഇപ്പോൾ പുതിയത് വന്നപ്പോൾ ഒന്ന് ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ. ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പേഴ്സണൽ കളക്ഷനാണ്. ക്വാളിറ്റി വൈസ് എനിക്കൊന്നും പറയാനില്ല. വെൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കും ഈ കാസ് മേടിക്കണവരെല്ലാവരും. കാരണം ഇതിൻ്റെ ക്വാളിറ്റി തന്നെയാണ് എടുത്ത് പറയേണ്ട കാര്യം. ബാക്കിലെ ഡീറ്റെയിലിംഗ് ഒക്കെ നിങ്ങൾ നോക്കിയേ, ടയേഴ്സ് ടേൺ ആവും, ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, മിറേഴ്സ് ഫോൾഡ് ചെയ്യാം, ഡോസ് ഓപ്പൺ ആവും,
ഡോർസ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തൊരു സാധനം തന്നെ കിട്ടുന്നതാണ്. ഒരു ഇങ്ങനെ പ്ലക്ക് ഇങ്ങനെ ഒട്ടിച്ചിട്ട് ഇങ്ങനെ വലിക്കാൻ പറ്റിയ സംഭവം. ഇതിൻ്റെ തന്നെ ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ച ബ്ലൂ ആണ്. ഇനി അതിൻ്റെ പേർപ്പിളും ഒരു മിക്സാണ്. കളറ് പല പല ആംഗിളിൽ നിന്ന് പല പല കളർ, ബ്ലൂ കാണാം, പേർപ്പിൾ കാണാം. കളർ ഷിഫ്റ്റർ എന്ന് പറയാൻ പറ്റില്ല, ഏകദേശം അതുപോലത്തെ ഒരു മെറ്റാലിക് കളറിൻ്റെ സംഭവമാണ്. ഭയങ്കര ഡീറ്റെയിലിംഗ് ആണ്. എനിക്ക് ഇത്രയും ഡീറ്റെയിലിംഗ് ഉള്ള നോൺ ബ്രാൻഡഡ് നിസാൻ GT-R സ്കൈലൈൻ ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. പിന്നെ എല്ലാവരുടെയും ഒരു ഇമോഷനായിട്ടുള്ളൊരു കളറുണ്ട് ഈ വണ്ടിയുടെ. എല്ലാവർക്കും ഭയങ്കര ടച്ചിങ് ആയിരിക്കും. പോൾ വോക്കർ എഡിഷൻ ഒന്നും പറയാനില്ല മോനെ, നല്ല ബ്യൂട്ടിഫുള്ളി ചെയ്തിട്ടുണ്ട്. നിസാൻ സ്കൈലൈൻ പോൾ വോക്കർ എഡിഷൻ. ഡീറ്റെയിലിങ്ങിൽ സെയിം തന്നെ, ഞാൻ പറഞ്ഞ പോലെ മിറേഴ്സ് ഓപ്പൺ ആവും, ഫോൾഡ് ചെയ്യാം, അതുപോലെ ലൈറ്റ്സ് കാര്യങ്ങളുണ്ട്. പിന്നെ ബാക്കിൽ ഹുഡൊക്കെ ഓപ്പൺ ചെയ്യാം, ബോണറ്റ് ഓപ്പൺ ചെയ്യാം. പിന്നെ ബാക്കിൽ ആ ഡീറ്റെയിലിങ് നോക്കിയാൽ നിങ്ങൾ സ്കൈലൈൻ എന്നൊക്കെ എഴുതിയിട്ട് വെറുതെ സൂപ്പറായിട്ടുണ്ട്. കണ്ട കാലിപ്പർ നോക്കി, കാലിപ്പറിൻ്റെ ഉള്ളിൽ കണ്ട. പിന്നെ ഒരെണ്ണം കൂടി ഇതിൻ്റെ നമ്മുടെ കയ്യിൽ കളേഴ്സ് ഉണ്ട്. ദേ വൈറ്റ് സ്കൈലൈൻ തന്നെ വൈറ്റ് കളർ. ഇതും അത്യാവശ്യം നല്ല രസമുള്ള വണ്ടിയാണ് കാണാൻ. എല്ലാം നല്ല ഭംഗിയുണ്ട്. പിന്നെ നിങ്ങൾക്കറിയാലോ നിസാൻ GT-R R34 ഒരു സ്പെഷ്യൽ ഫാൻ ബേസ് ആണ്. ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ജസ്റ്റ് ഇത് പേഴ്സണൽ കളക്ഷനാണ് ഉണ്ടാകുക. ബ്യൂട്ടി ഇതിൻ്റെ ഉണ്ടല്ലോ ഇത് ബ്ലാക്കാണ്, കാലിപ്പറും റെഡായിട്ട് കൊടുത്തിരിക്കുകയാണ്. ആകെ വൈറ്റിലല്ല ഈ പോൾ വോക്കർ എഡിഷനിൽ മാത്രമേ ഉള്ളൂ സിൽവർ ആയിട്ടുള്ളത്. ഈ പെയിൻറ്റിങ് തന്നെ ഒരു വലിയൊരു സംഭവമാണ്. എനിക്കറിയാലോ പോൾ വോക്കർ ഓടിച്ചിരുന്നത് കൊണ്ട് എന്തുകൊണ്ടും എല്ലാവരുടെയും മനസ്സിൽ കയറിപ്പോയ എല്ലാവരും മേടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വണ്ടിയാണ്. പറയാനില്ല, സൂപ്പർ കളക്ഷൻ. അപ്പോൾ ജസ്റ്റ് ഇത് കണ്ടപ്പോൾ നിങ്ങളൊന്നുകൂടെ കാണിക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നവരേക്കും ബൈ.